പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ആശ്വാസം തരുന്നൊരു സിനിമയാണത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 2 സിനിമകളായിട്ട് ഞാൻ ലാലേട്ടനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല ഒരു സിനിമയായിട്ട് വരും എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് എന്താവും, എന്നെ എല്ലാവരും കൂടെ വെച്ചേക്കുകയാണെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു പേടിക്കണ്ട, അവസാനം ലാലെ തിരിച്ചടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റത്തെ ഒരു ഒറ്റ അടിയിൽ ആ തിയേറ്ററിൽ കൈയ്യടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം എന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളത്. കോഴിക്കോട് ഈ ലൊക്കേഷനിലൊക്കെ ഞാൻ ചെന്നപ്പം അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ നിൽപ്പുണ്ട് ഷൂട്ട് ചെയ്യാൻ. അവർ പറഞ്ഞു, ചേട്ടായി എന്താണ് ഇതിൽ അടിക്കുന്നുണ്ടോ, ഇത് കോഴിക്കോടാണ്, തിരിച്ചു പോകില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അടിക്കുന്നില്ല. നമ്മൾ ഇതിലൂടെ എന്ത് പറയാൻ ആണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം മൈ ലൈഫ് ഈസ് മൈ വൈഫ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചാനൽ പറഞ്ഞാൽ തിരിച്ച് വായിച്ചാലും കറക്റ്റാണ്. മൈ വൈഫ് ഈസ് മൈ ലൈഫ്. ഉലഹനാൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ആ വ്യക്തിയിലൂടെ ഒരു സമൂഹത്തിനെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു തോട്ടാണ്, പ്രണയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥയിൽ നിന്ന് ഉള്ള ഒരു തോട്ടാണ്. ഇതുകൊണ്ട് എല്ലാവരും ഉലഹനാന്മാരാണെന്ന് അർത്ഥമില്ല, എല്ലാവരും ആനിയമ്മയാണെന്ന് അർത്ഥമില്ല. നമ്മുടെ സൊസൈറ്റിയിലൂടെ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൂടെ, നമ്മുടെ ഫാമിലിയിലൂടെ ഉള്ളൊരു വളരെ ഒരു സെറ്റയറാണ് ഈ സിനിമ. അതൊരു ഹ്യൂമറിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ നമ്മളിതിലൂടെ എന്ത് പറയാൻ ആണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം മൈ ലൈഫ് ഈസ് മൈ വൈഫ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചാനൽ പറഞ്ഞാൽ തിരിച്ച് വായിച്ചാലും കറക്റ്റാണ്. മൈ വൈഫ് ഈസ് മൈ ലൈഫ്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഉലഹന്നാൻ അനിയമ്മയും കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അവർ മനസ്സിലാക്കുന്നു അവർ തമ്മിൽ വളരെ അകൽച്ചയാണ്, ജീവിതം രസകരമായി മാറുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അവരന്വേഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു അവരുടെ മനസ്സിലെ പ്രണയം നഷ്ടപ്പെട്ടു. അതറിയാതെ പ്രണയം എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട്, അത് വാതിലടച്ചിട്ടാലും അത് ഉള്ളിൽ കൂടെ വരുന്നതാണ്. ഇത് വാതിലടച്ചിട്ടാലും ചോർന്നു പോകുന്നതുമാണ് പ്രണയം. അവരതിനെ മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ പ്രണയത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ മനോഹരമായ പൂന്തോട്ടത്തിലെ മുന്തിരി വഴികൾ തകർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ആശ്വാസം തരുന്നൊരു സിനിമയാണത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 2 സിനിമകളായിട്ട് ഞാൻ ലാലേട്ടനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യം കഴിഞ്ഞു, അതിൻ്റെ ഒരു ദേഷ്യം ഒന്ന് കെട്ടടങ്ങി വന്നപ്പോഴാണ് അടുത്ത വിളി പ്രിയൻ സാറിൻ്റെ ഒപ്പത്തിലേക്ക്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് എന്താവും, എന്നെ എല്ലാവരും കൂടെ വെച്ചേക്കുകയാണെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു പേടിക്കണ്ട, അവസാനം ലാലെ തിരിച്ചടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ലാസ്റ്റത്തെ ഒരു ഒറ്റ അടിയിൽ ആ തിയേറ്ററിൽ കൈയ്യടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം എന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ 2 പടം വിജയിച്ചുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ ജിബിച്ചേട്ടനും സിന്ധുവേട്ടനും കൂടെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലാലേട്ടനെ തല്ലുന്നുണ്ടോ? ഇല്ല ഷാജാൻ, ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഒന്നും കേൾക്കണ്ട, ഒരു സീനാണെങ്കിലും ശരി ഞാൻ ആ സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. കോഴിക്കോട് ഈ ലൊക്കേഷനിലൊക്കെ ഞാൻ ചെന്നപ്പം അവിടുത്തെ പിള്ളേരെല്ലാം കൂടെ നിൽപ്പുണ്ട് ഷൂട്ട് ചെയ്യാൻ. അവർ പറഞ്ഞു, ചേട്ടായി എന്താണ് ഇതിൽ അടിക്കുന്നുണ്ടോ, ഇത് കോഴിക്കോടാണ്, തിരിച്ചു പോകില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സീൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ പിള്ളേർക്ക് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങിയത്. എന്തായാലും ലാലേട്ടൻ്റെ കഴിഞ്ഞ 2 സൂപ്പർ ഹിറ്റുകളിൽ ഒപ്പം ഉണ്ടാകാൻ കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. ഈ സിനിമയും അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം നല്ല മനസ്സുള്ള, എല്ലാവർക്കും നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്നൊരുക്കുന്ന ഒരു സിനിമയാണ്. ജോയിച്ചേട്ടനാണെങ്കിലും സിന്ധുവേട്ടനാണെങ്കിലും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് സോഫിയ ചേച്ചിയാണെങ്കിലും അത് പോളേട്ടനാണെങ്കിലും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ, പിന്നെ മീനാമ്മ, എല്ലാവരും കൂടെ ഉള്ള ഒരു സിനിമ. അത് തീർച്ചയായിട്ടും ഒരു വലിയ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. Though it is a family movie, though it has got emotions, though I'm a mother of 2 children, the entire plot, the screenplay, the characterization, എല്ലാം വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഒരു നല്ല ഒരു മെസ്സേജാണ്, വളരെ സ്ട്രോങ് ആയ ഒരു മെസ്സേജാണ്. അത് വളരെ ഒരു സട്ടിലായിട്ട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല ഒരു സിനിമയായിട്ട് വരും എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഇതൊരു ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ക്യാരക്ടറായിട്ടും ഒരു സിനിമയായിട്ടും വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദ ഓഡിയോ, ഇന്നത്തെ ഓഡിയോ കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സച്ച് എ ബ്യൂട്ടിഫുൾ ഓഡിയോ ഓൾസോ. ഈ സിനിമയിൽ ഈ അനിമ ക്യാരക്ടർ ഇസ് ആക്ച്വലി എ സിംഗർ. So very beautiful songs, and I should thank the music directors for that. എനിക്ക് കൊടുത്ത നല്ല സോങ്സ്ക്ക് വളരെ നന്ദി. And picturization of the songs is also very beautiful. ഇത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. And I'm very happy. I'm totally very happy. I have no words, and I'm doing another beautiful film with another beautiful person after a long time. What more can I ask? Thank you.